അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മുടെ ക്ലാസ് ഇൽമു സർഫിലെ അസ്വഹീഹു വൽ മുഅ്തല്ലു, സ്വഹീഹായ ഫീലുകൾ അതുപോലെ മുഅ്തല്ലായ ഫീലുകൾ, ഇവയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഫെയിലിനെ അതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗമായി തിരിക്കാൻ പറ്റും. യൻഖസിമുൽ ഫിഅലു മിൻ ഹൈസു ശക്ലു ഇലാ ഖിസ്മൈനി. ഫിഅലിനെ അതിൻ്റെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഏതൊക്കെ അക്ഷരങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നുണ്ടോ ആ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ രണ്ട് വിഭാഗമായി തിരിക്കാം. സ്വഹീഹ്, മുഅ്തല്, ഇങ്ങനെ രണ്ട് വിഭാഗമായി തിരിക്കാം. ഇതിലെ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ മാ കാന കുല്ലു ഹർഫ് മിൻ ഹുറൂഫിൽ അസ്ലിയത്തി സ്വഹീഹൻ. മാ ഒരു ഫിഅലാണ്, കാന ആയിരിക്കുന്നു, കുല്ലു ഹർഫിൻ എല്ലാ ഹർഫും, മിൻ ഹുറൂഫിൽ അസ്ലിയ ഒരു ഫീലിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട എല്ലാ അക്ഷരങ്ങളും ആയിരിക്കുന്നു സ്വഹീഹൻ സ്വഹീഹായിരിക്കുന്നു, അതായത് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളില്ലാത്ത അക്ഷരങ്ങളായിരിക്കുന്നു. ഇതിനാണ് സ്വഹീഹായ ഫീല് എന്ന് പറയാം. ഈ സ്വഹീഹായ ഫീൽ നമുക്ക് മൂന്ന് രൂപത്തിൽ തിരിക്കാൻ പറ്റും. അതിനു മുമ്പ് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അലിഫ്, വാവ്, യാ, ഈ മൂന്ന് അക്ഷരങ്ങൾക്കാണ് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയാം. അതല്ലാത്ത മറ്റുള്ള അക്ഷരങ്ങൾക്കും സ്വഹീഹായ അക്ഷരങ്ങൾ എന്നാണ് പറയാം. അപ്പോൾ ഒരു ഫേലിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളിലെ എല്ലാ അക്ഷരങ്ങളും സ്വഹീഹായ അക്ഷരങ്ങളാണെങ്കിൽ അതിനെ സ്വഹീഹായ ഫേല് എന്ന് പറയും. ഈ സ്വഹീഹായ ഫേല് തന്നെ മൂന്ന് രൂപത്തിലുണ്ട്. ഒന്ന് സാലിമ്, മഹ്മൂസ്, മുളഅഫ്, ഇങ്ങനെ മൂന്ന് രൂപങ്ങളിലുണ്ട്. സാലിമ് എന്ന് പറഞ്ഞാൽ മാ ഒരു ഫീലാണ്, കാന ഖാലിയൻ ആ ഫീല് ഒഴിവായിരിക്കുന്നു, മിനൽ ഹംസത്തി വത്തദ്ഈഫ് തദ്ഈഫിനെ തൊട്ടും ഹംസയെ തൊട്ടും ഒഴിവായ ഫീല്. ഹംസ ഇല്ലാത്ത, ഹംസ അറിയാലോ, ആ ഇ ഉ ഹംസ, ഈ ഹംസ ഇല്ലാത്ത ഫീല്. അതുപോലെ തദ്ഈഫും ഇല്ലാത്ത ഫീല്. തദ്ഈഫ് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തെ മുളഅഫിനെ കുറിച്ച് പറയുമ്പോൾ തദ്ഈഫ് എന്താണെന്ന് പറയാം. ഈ തദ്ഈഫോ ഹംസയോ ഇല്ലാത്ത ഫീലുകൾക്കാണ് സാലിമ് എന്ന് പറയാം. ഹംസ ഉള്ളതിനാണ് മഹ്മൂസ് എന്ന് പറയാം, തദ്ഈഫ് ഉള്ളതിന് മുളഅഫ് എന്നും പറയും. ഹംസയും തദ്ഈഫും ഇല്ലാത്ത സ്വഹീഹായ ഫീലിന് സാലിമ് എന്നും പറയും. സാലിമിന് ഉദാഹരണം ശരിബ, കസറ, അറഫ. ഈ ഫീലുകളിലൊന്നും ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളില്ല, അതുകൊണ്ട് സ്വഹീഹായ ഫീലാണ്. പിന്നെ ഹംസ ഇല്ല, തദ്ഈഫും ഇല്ല, അതുകൊണ്ട് ഇതിനാണ് സാലിമായ ഫീലുകൾ എന്ന് പറയാം. രണ്ടാമത്തെ മഹ്മൂസാണ്. മഹ്മൂസ് ആകുമ്പോൾ മാ ഒരു ഫീലാണ്, കാന അഹദു ഹുറൂഫിൽ അസ്ലിയ അതിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഹംസത്തൻ ഹംസയായിരിക്കുന്നു. ഇങ്ങനെ ഒരക്ഷരമെങ്കിലും ഹംസയായിട്ട് വന്നാൽ, അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരമെങ്കിലും ഹംസയായിട്ട് വന്നാൽ ഇതിനാണ് മഹ്മൂസ് എന്ന് പറയാം. അതിന് ഉദാഹരണം നോക്കൂ, അമറ. അമറ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലെ ഫായിന് പകരം ഫാ ഫീലായിട്ട് ഒന്നാമത്തെ അക്ഷരമായിട്ട് ഹംസ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണം സഅല എന്ന് പറയുമ്പോൾ അതിൽ രണ്ടാമത്തെ അക്ഷരം ഹംസയാണ്. മൂന്നാമത്തെ ഉദാഹരണം ഖറഅ, അതിൽ മൂന്നാമത്തെ അക്ഷരം ഹംസയാണ്, ഖറഅ. ഇങ്ങനെ ഒന്നാമത്തതോ അല്ലെങ്കിൽ രണ്ടാമത്തോ മൂന്നാമത്തോ ഒക്കെ അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഹംസയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മഹ്മൂസ് എന്ന് പറയും. മറ്റൊന്നാണ് മുളഅഫ്. മുളഅഫ് എന്ന് പറഞ്ഞാൽ തദ്ഈഫ് ഉള്ള ഫീല്. തദ്ഈഫ് എന്ന് പറയുമ്പോൾ അത് സുലാസിയായ ഫീലിലും റുബായിയായ ഫീലിലും രണ്ട് വിധത്തിലാണ് തദ്ഈഫ് ഉള്ളത്. സുലാസിയായ ഫീലിലുള്ള തദ്ഈഫ് എന്ന് പറഞ്ഞാൽ മാക്കാന ഹർഫാഹു അസാനി വസാലിസു മിൻ ജിൻസിൽ വാഹിദിൻ, അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ അക്ഷരമായിട്ട് വരുന്നതിനാണ് സുലാസിയായ മൂന്നക്ഷരമുള്ള ഫീലിലെ മുളഅഫ് എന്ന് പറയാം. ഉദാഹരണത്തിന് അദ്ദ, ഫറ, ഷദ്ദ. ഇവിടെ അദ്ദ എന്ന് പറയുമ്പോൾ അദദ,
ഫസ്റ്റത്തെ അക്ഷരം ഐനാണ്. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ദാലാണ്. അതുപോലെ ഫറ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ഫ ആണ്. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം റ ആണ്. ഷദ്ദ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അക്ഷരം ഷീനാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ദാലാണ്. ഇങ്ങനെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ അക്ഷരമായിട്ട് വരുന്ന ഫീലിനാണ് സുലാസിയിലെ മുദഅഫ് എന്ന് പറയാം. അതേസമയത്ത് റുബായിൽ മുദഅഫ് വേറെ രൂപത്തിലാണ്. അതെങ്ങനെയാണ്? മാ കാന അവ്വലുഹു വ സാലിസുഹു മുക്കററൈനി. ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ അക്ഷരമായിട്ട് ആവർത്തിക്കുക. അതുപോലെ തന്നെ വക്കദാലിക സാനിഹി വ റാബിഉഹു മിൻ ജിൻസിൽ വാഹിദിൻ. രണ്ടാമത്തെയും നാലാമത്തെയും അക്ഷരം ഒരേ അക്ഷരമായിട്ട് വരിക. ഇങ്ങനെ വരുമ്പോഴാണ് റുബായിയായ ഫീലിൽ നാലക്ഷരമുള്ള ഫീലിലെ മുദഅഫ് എന്ന് പറയാം. ഉദാഹരണത്തിന് സൽസല, സൂറത്ത് സിൽസാൽ ഉണ്ടല്ലോ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഈ സൽസല എന്ന ഫീൽ നോക്കൂ, ഇതിലെ ഒന്നാമത്തെ അക്ഷരവും മൂന്നാമത്തെ അക്ഷരവും സ ആണ്. അതുപോലെ രണ്ടാമത്തെ അക്ഷരവും നാലാമത്തെ അക്ഷരവും ലാമാണ്. അതുപോലെ ബൽബല, വസ്വസ, ഈ ഫീലുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഒരേ അക്ഷരമാണ്. പിന്നെ രണ്ടും നാലും ഒരേ അക്ഷരമാണ്. ഇങ്ങനെ വരുന്നതിനാണ് റുബായിലെ മുദഅഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫീലുകളെ സ്വഹീഹ്, മുഅത്തല് ഇങ്ങനെ രണ്ട് വിഭാഗമാക്കി. അതിൽ സ്വഹീഹ് തന്നെ മൂന്ന് രൂപത്തിൽ വരാം. ഒന്ന് സാലിമാവാം, അല്ലെങ്കിൽ മഹ്മൂസ്, മുദഅഫ്, ഇങ്ങനെ മൂന്ന് കോലത്തിൽ വരാം. ഇനി രണ്ടാമത്തെ വിഭാഗമാണ് മുഅത്തലായ ഫീല്. മുഅത്തലായ ഫീൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി വരുമ്പോഴാണ് അതിന് മുഅത്തലായ ഫീല് എന്ന് പറയാം. വഹുവ മുഅത്തലായ ഫീൽ എന്ന് പറഞ്ഞാൽ മാ ഒരു ഫീലാണ്, ഖാന ആയിരിക്കുന്നു, ബഅദു ഹുറൂഫിൽ അസ്ലിയ അതിൻ്റെ അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ബഅദ് ആയിരിക്കുന്നു. ഒരക്ഷരം ആവണമെന്നില്ല, ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ. മിൻ അഹ്റുഫിൽ ഇല്ലത്ത്, ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമായിരിക്കുന്നു. ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ അലിഫ്, വാവ്, യാ, ഇതാണ് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ. ഇങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരം അസ്ലിയായ അക്ഷരമായിട്ട് വരുമ്പോഴാണ് മുഅത്തലായ ഫീല് എന്ന് പറയാം. ഈ മുഅത്തലായ ഫീല് 5 വിഭാഗമുണ്ട്. ഒന്നാമത്തേത് മിസാല്. മിസാല് എന്ന് പറഞ്ഞാൽ മാ കാന അവ്വലുഹു ഹർഫ ഇല്ലത്തിൻ. മിസാൽ എന്ന് പറഞ്ഞാൽ മാ ഒരു ഫീലാണ്, കാന അവ്വലുഹു അതിൻ്റെ ആദ്യത്തെ ഹർഫായിരിക്കുന്നു ഹർഫ ഇല്ലത്തിൻ, ഇല്ലത്തിൻ്റെ ഹർഫായിരിക്കുന്നു. ഒന്നാമത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ ഹർഫാകുമ്പോഴാണ് മിസാൽ എന്ന് പറയാം. ഉദാഹരണത്തിന് നോക്കൂ, വസബ ചാടി എന്നർത്ഥം. വസബ ഇതിൽ ഒന്നാമത്തെ അക്ഷരം വാവ് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. അതേപോലെ തന്നെ വജദ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഇസ അതിലൊന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഇങ്ങനെ ഒന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്നതിനാണ് മിസാല് എന്ന് പറയാം. രണ്ടാമത്തെ അജ്വഫ്. അജ്വഫ് എന്ന് പറഞ്ഞാൽ മാ ഒരു ഫീലാണ്, കാന വസത്തുഹു ഹർഫ ഇല്ലത്തിൻ അതിൻ്റെ മധ്യഭാഗത്തുള്ള ഹർഫ്, രണ്ടാമത്തെ ഹർഫ് അത് ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുമ്പോഴാണ് അതിന് അജ്വഫ് എന്ന് പറയാം. ഉദാഹരണം നോക്കൂ, നാല. നാല എന്ന് പറയുമ്പോൾ ആദ്യം നൂനുണ്ട്, അവസാനം ലാമുണ്ട്, അതിൻ്റെ ഇടയിലുള്ള അക്ഷരം ഏതാണ്? അലിഫാണ്, ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. മാല, മാലയമീലു. അതുപോലെ നാമയനാമു, കാല യഖൂലു, ബാഅ യബീഉ. ഈ ഫീലുകളിലൊക്കെ അതിലെ നടുവിലെ അക്ഷരം എന്താണ്? ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഈ നടുവിലെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരം അലിഫാണ് ഇവിടെ കാണുന്നത്. ഈ അലിഫ് വരുമ്പോൾ അത് ഒന്നുകിൽ യാ മറിഞ്ഞ അലിഫായതായിരിക്കാം, അല്ലെങ്കിൽ വാവ് മറിഞ്ഞ അലിഫായതായിരിക്കാം. ഇപ്പോൾ നാല യനാലു എന്ന് പറയുമ്പോൾ നയല എന്നാണ് അസ്ലുണ്ടായിരുന്നത്, ആ യാ മറിഞ്ഞ അലിഫായതാണ്. മാല യമീലു അവിടെയും മയല എന്നാണ് യാ മറിഞ്ഞ അലിഫായതാണ്. നാമ യനാമു എന്നുള്ളത് നവമ വാവ് മറിഞ്ഞ അലിഫായതാണ്. കാല യഖൂലു അവിടെയും കവല എന്നാണ് അസ്ലുണ്ടാവുക. ഇങ്ങനെ ഒന്നുകിൽ വാവ് മറിഞ്ഞ് അലിഫാവും, അല്ലെങ്കിൽ യാ മറിഞ്ഞ് അലിഫായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ ഈ വാവ് അല്ലെങ്കിൽ യാ അതിന് ഹറക്കത്ത് ഉണ്ടാവുകയും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ ആവുകയും ചെയ്താൽ ആ അക്ഷരത്തെ മറിച്ച് അലിഫാക്കണം എന്നാണ് നിയമം. അലിഫാക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഹറക്കത്തും നഷ്ടപ്പെടും. ഓക്കെ, മൂന്നാമത്തേതാണ് നാഖിസ്. നാഖിസ് എന്ന് പറഞ്ഞാൽ മാ കാന ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ അതിൻ്റെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്നതിനാണ് നാഖിസ് എന്ന് പറയാം. ഉദാഹരണത്തിന് റമ. റമ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ അക്ഷരം റാ, രണ്ടാമത്തെ അക്ഷരം മീമ്, ഇതൊക്കെ അസ്ലിയ അക്ഷരങ്ങളാണ്. അവസാനത്തെ ഈ അക്ഷരം മാത്രമാണ് ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഹഷിയ എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം യാ അത് മാത്രമാണ് ഇല്ലത്തിൻ്റെ അക്ഷരം.
അതുപോലെ ദഅ യദഉ അവിടെ അവസാനത്തെ അക്ഷരം അലിഫ്, ഇതാണ് ഇല്ലത്തിൻ്റെ അക്ഷരം. റളിയ എന്ന് പറയുമ്പോൾ അവിടെയും അവസാനത്തെ അക്ഷരമാണ് ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വന്നത്. ഇങ്ങനെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്നതിനാണ് നാഖിസ് എന്ന് പറയാം. ഇപ്പോൾ 3 എണ്ണമായി മിസാല്, അജ്വഫ്, നാഖിസ്. ഇനി 4-ാമത്തതാണ് ലഫീഫ് മഫ്റൂഖ്. ലഫീഫ് എന്ന് പറഞ്ഞാൽ 2 ഇല്ലത്തിൻ്റെ അക്ഷരമുള്ളതിനാണ് ലഫീഫ് എന്ന് പറയുക. ആ ലഫീഫിൽ തന്നെ മഫ്റൂഖുണ്ട്, മക്റൂനുണ്ട്. 2 ഇല്ലത്തിൻ്റെ അക്ഷരവും അടുപ്പിച്ചടുപ്പിച്ച് വരാണെങ്കിൽ അതിന് ലഫീഫ് മക്റൂൻ എന്ന് പറയും. വിട്ട് വരാണെങ്കിൽ, അതായത് 1-ാമത്തെ അക്ഷരവും 3-ാമത്തെ അക്ഷരവുമാണ് ഇല്ലത്തിൻ്റെ അക്ഷരം, നടുവിൽ ഒരു സ്വഹിയായ അക്ഷരമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിന് ലഫീഫ് മഫ്റൂഖ് എന്നും പറയും. അവിടെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുണ്ടെങ്കിലും അത് രണ്ടും തമ്മിൽ വിട്ടുപിരിക്കപ്പെട്ടിട്ടുണ്ട്. 2 സ്ഥലങ്ങളിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനാണ് ലഫീഫ് മഫ്റൂഖ് എന്ന് പറയാം. അപ്പോൾ ലഫീഫ് മഫ്റൂഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലാണ്. കാന വസത്തുഹു വ കാന അവ്വലുഹു വ ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ. അതിൻ്റെ ആദ്യവും അവസാനവും ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കുന്നു. അങ്ങനത്തേതിനാണ് നമ്മൾ ലഫീഫ് മഫ്റൂഖ് എന്ന് പറയാം. ഉദാഹരണത്തിന് വഅ യഈ എന്ന് പറയുമ്പോൾ അവിടെ ആ വഅ എന്ന ഫീലിൽ 1-ാമത്തെ അക്ഷരം വാവ്, 3-ാമത്തെ അക്ഷരം ഈ അലിഫ്, ഇത് രണ്ടുമാണ് ഇല്ലത്തിൻ്റെ അക്ഷരം. നടുവിൽ ഐൻ എന്താണ് സ്വഹിയായ അക്ഷരമാണ്. എന്നാൽ വഫ എന്ന് പറയുമ്പോൾ 1-ാമത്തെ അക്ഷരം വാവ്, അവസാനത്തെ അക്ഷരം അലിഫ്, അതാണ് ഇല്ലത്തിൻ്റെ അക്ഷരമായി വന്നത്. നടുവിൽ അക്ഷരം എന്താണ് സ്വഹിയായ അക്ഷരമാണ്. അതുപോലെ വഖ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. 1-ാമത്തെ അക്ഷരം വാവ്, 2-ാമത്തെ അക്ഷരം അലിഫ്, 3-ാമത്തെ അക്ഷരം അലിഫ്, ഇത് രണ്ടുമാണ് ഇല്ലത്തിൻ്റെ അക്ഷരം. നടുവിൽ അക്ഷരം സ്വഹിയായി വന്നിട്ടുണ്ട്. ഇതിന് ലഫീഫ് മഫ്റൂഖ് എന്ന് പറയും. അത് കഴിഞ്ഞ് ലഫീഫ് മക്റൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഫീഫ് മക്റൂൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലാണ്. കാന വസത്തുഹു വ ആഖിറുഹു ഹർഫ ഇല്ലത്തിൻ. അതിൻ്റെ മധ്യത്തിലുള്ളതും അവസാനത്തിലുള്ളതുമായ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വന്നതാണ്. ഉദാഹരണത്തിന് തൊവ എന്ന് പറയുമ്പോൾ 1-ാമത്തെ അക്ഷരം സ്വഹിയാണ്, അതേസമയത്ത് 2ഉം 3ഉം അടുപ്പിച്ചടുപ്പിച്ച് 2-ാമത്തെയും 3-ാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വന്നു. അവ എന്ന് പറയുമ്പോൾ 1-ാമത്തെ അക്ഷരം ഐന് സ്വഹിയ അക്ഷരമാണ്, പിന്നെ 2ഉം 3ഉം അക്ഷരങ്ങൾ അടുപ്പിച്ച് എന്ത് ചെയ്തു ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വന്നു. ലവ എന്ന് പറയുമ്പോൾ 1-ാമത്തെ ലാമ് സ്വഹിയ അക്ഷരമാണ്, 2-ാമത്തെയും 3-ാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വന്നു. ഇതിനാണ് ലഫീഫ് മക്റൂൻ എന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫീലുകൾ മൊത്തം സ്വഹീഹ്, മുഅത്തല് ഇങ്ങനെ 2 വിഭാഗമായി തിരിക്കാം. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളൊന്നുമില്ലാത്ത അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരവും ഇല്ലത്തിൻ്റെ അക്ഷരമില്ലെങ്കിൽ അതിനാണ് സ്വഹീഹ് എന്ന് പറയാം. അതിൻ്റെ 3 രൂപത്തിൽ വരാം: സാലിമ്, മഹ്മൂസ്, മുളഅഫ്. ഹംസയും തദ്ഈഫും ഇല്ലാത്തതിന് സാലിമ് എന്ന് പറയും, ഹംസ ഉള്ളതിന് മഹ്മൂസ് പറയും, തദ്ഈഫ് ഉള്ളതിന് മുളഅഫ് എന്ന് പറയും. തദ്ഈഫ് സുലാസിയിലും റുബായിലും 2 രൂപത്തിലാണ്. സുലാസിയിൽ എങ്ങനെയാണ്? അതിൻ്റെ 2-ാമത്തെയും 3-ാമത്തെ അക്ഷരം ഒരേ അക്ഷരമായിട്ട് വരുന്നതിനാണ് സുലാസിയിൽ മുളഅഫ് എന്ന് പറയാം. റുബായിൽ മുളഅഫ് എന്ന് പറഞ്ഞാൽ 1-ാമത്തെയും 3-ാമത്തെയും അക്ഷരം ഒരേ അക്ഷരമാവുക, അതുപോലെ 2-ാമത്തെയും 4-ാമത്തെ അക്ഷരം ഒരേ അക്ഷരമാവുക. ഇതിനാണ് റുബായിൽ മുളഅഫ് എന്ന് പറയാം. പിന്നെ അടുത്തത് മുഅത്തല്ല ഫീലാണ്. മുഅത്തല്ല ഫീൽ എന്ന് പറയുമ്പോൾ അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ചില അക്ഷരങ്ങൾ ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്നതിനാണ് മുഅത്തല്ല ഫീൽ എന്ന് പറയാം. അതൊന്നുകിൽ മിസാല് ആവാം. മിസാൽ എന്ന് പറയുമ്പോൾ 1-ാമത്തെ അക്ഷരം മാത്രം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്നത്. അജോഫ് എന്ന് പറഞ്ഞാൽ 2-ാമത്തെ അക്ഷരം മാത്രം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്നത്. പിന്നെ നാഖിസ് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ അക്ഷരം മാത്രം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്നത്. പിന്നെ ലഫീഫ് മഫ്റൂഖ്, ലഫീഫ് മക്റൂൻ, അത് 2 ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുണ്ടാവും. ആ 2 ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളും വേറെ വേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ 1-ാമത്തെയും 3-ാമത്തെയും അക്ഷരമായിട്ട് വരും. അതിനാണ് ലഫീഫ് മഫ്റൂഖ് എന്ന് പറയാം. പിന്നെ 2-ാമത്തെയും 3-ാമത്തെയും അക്ഷരം അടുപ്പിച്ച് വരുന്നതിനാണ് ലഫീഫ് മക്റൂൻ എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഫീലിൻ്റെ അക്സാമുകൾ. സ്വഹീഹ്, അതുപോലെ മുഅത്തല് ആയ ഫീലുകളുടെ അക്സാമുകളാണ് നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി അല്പം ചില ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പോലെ തന്നെ ചോദ്യോത്തരം പറയുമ്പോൾ ഒരുപാട് മസലകൾ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഫീലുമായി ബന്ധപ്പെട്ട്? അല്ലെങ്കിൽ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? NTA നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കലിമത്തു ഇൻസിയാഉൻ. ഇൻസിയാഉ എന്ന് പറയുന്ന കലിമത്ത് അത് മുസ്തഖത്തും മിൻ ഡാഷ്. ഏത് പദത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഇൻസിയാഉൻ എന്ന പദം? ഇൻസിയാഉ. സ്വയാ, സ്വവഅ, സ്വഅ, നസഅ. ഇതിൽ ഏതിൽ നിന്നാണ് ഇൻസിയാഉ എന്ന പദം പിടിച്ചെടുത്തത്?
ഇത് കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും ഒക്കെ ടച്ച് ചെയ്തിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ കേട്ടോ. നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇതിൽ സൊവ എന്നുള്ളതിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. സൊവ, ഈ സൊവ എന്നുള്ളത് സൊ എന്നായി മാറും. അപ്പോൾ സൊ എന്നുള്ളത് ഉത്തരമായിട്ട് വരാൻ പറ്റും. എന്തായാലും സോഴൻ്റെയും അസല് സൊവ എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ ആൻസർ കീയിലൊക്കെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൊവ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, എന്താണ് ഇൻസിയാ എന്ന് പറഞ്ഞാൽ? ഇൻസിയാ എന്നുള്ളത് ഇൻഫാല വസനാണ്. മിൻ സോ, ഈ സോയിൽ നിന്നുള്ള ഒരു ഇൻഫാല വസന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുലാസി മസീദൊക്കെ പഠിച്ചല്ലോ, അതിൽ പഠിച്ചൊരു ഫെയിലാണ്, ഒരു വസനാണ് ഇൻഫാല വസന്. അതിൽ തുടക്കത്തിലെ ഹംസയും പിന്നെ തുടക്കത്തിൽ നൂനും, ഈ അലിഫും നൂനും എന്താണ് സാരിയായിട്ട് വന്നതാണ്. ഇങ്ങനെ അലിഫു നൂനും സാരിയായിട്ട് വന്ന ഒരു വസനാണ് ഇൻഫാല. ഈ സ്വായിൽ നിന്നുള്ള ഒരു ഇൻഫാല വസനാണ് എന്താണ് ഇൻസ്വാ എന്നുള്ളത്. അതിൻ്റെ മസ്തറാണ് ഇൻസിയാഉൻ എന്നുള്ളത് കേട്ടോ. ഇൻസാ, ഇൻസാഉ, ഇൻസിയാ മസ്തറാണ്. ഇതിൻ്റെ ഈ സ്വാൻ്റെ അസിൽ സൊവ എന്നുള്ളതാണ്. പിന്നെ വാവ് മറിഞ്ഞ അലിഫാവും, വാവിന് ഹറക്കത്തുണ്ടാവുകയും മുമ്പുള്ളതിന് മഫ്തുഹാവും ചെയ്താൽ വാവിന് മറിച്ച് അലിഫാവുന്നതാണ്. അങ്ങനെ ഈ സൊവ എന്നുള്ളത് സ്വാ എന്നായി മാറും. അതിൻ്റെ ഇൻഫാൽ വസനാണ് ഇൻസാ എന്നുള്ളത്. ഈ ഇൻസാൻ്റെ അസിൽ ഇൻസിയാഉൻ എന്ന മസ്തറിൻ്റെ അസിൽ ശരിക്ക് ഇൻസിവാഉൻ എന്നാണ്. കാരണം സൊവ എന്നാണ് അസിൽ ഉണ്ടാവുക. ഈ സൊവയിൽ നിന്ന് ഇൻഫാല വസൻ എടുക്കുമ്പോൾ ഇൻസൊവ എന്നാണ് ഉണ്ടാവുക. ഇൻസൊവ, ഇൻസബിഉ, ഇൻസിവാ, ഇങ്ങനെ ഇൻസിവാ എന്നാണ് ഇതിൽ അസിൽ ഉണ്ടാവുക. പിന്നെ ഇവിടെ ഇപ്പം എന്തുണ്ടായി? ഇവിടുത്തെ ഈ വാവ് മറിഞ്ഞത് ഇതു യാ ആയി തീർന്നു. എങ്ങനെയാണ് ഈ വാവ് മറിഞ്ഞ് യാ ആവില്? അടുത്ത നിയമം എന്താണ്? ലമ്മാ കാനത്തിൽ വാവു വാഖിയത്തൻ ബൈനൽ കസ്റത്തി വൽ അലിഫി സായിദത്തി ഫിൽ മസ്തരി കുലിബത്ത് യാ എൻ. ഇതാണ് നിയമം. ഇവിടെ വാവ് സംഭവിച്ചത് എവിടെയാണ്? കസ്റത്തിൻ്റെയും മസ്ദറിൽ സായിദിയായ അലിഫിൻ്റെയും ഇടയിലാണ് വാവ് സംഭവിച്ചത്. കാരണം വാവിന് തൊട്ട് മുമ്പ് സ്വാദാണ്, അതിന് കസറാണുള്ളത്. പിന്നെ വാവിന് തൊട്ട് ശേഷം എന്താണ്? അലിഫാണുള്ളത്. മസ്ദറിൽ സായിദിയായ അലിഫ്. ഇവിടെ ഇൻസ്വാ എന്ന് പറയുമ്പോൾ അതിൽ അലിഫില്ലല്ലോ. മസ്ദർ ഉണ്ടാക്കിയപ്പോഴാണല്ലോ അതിൽ അലിഫ് വന്നത്. ഇങ്ങനെ മസ്ദറിൽ സായിദിയായ അലിഫിൻ്റെയും കസറത്തിൻ്റെയും ഇടയിൽ വാവ് വന്നാൽ അതിനെ യാ ആക്കി മറിക്കണം എന്നാണ് നിയമം. അങ്ങനെ എന്ത് ചെയ്തു? യാ ആക്കി മറിച്ചപ്പോൾ ഇൻസിയാഉൻ എന്നായി മാറി. സമാനമായ ഒരു ഉദാഹരണമാണ് ഇൻഖിയാദ് എന്നുള്ളത്. ഇൻഖവദ യൻഖവിദു ഇൻഖിവാദൻ. ഇൻഖിയാദുൻ എന്നതിൻ്റെ അസലെന്നാണ് ഇൻഖിവാദന് ശരിക്കും അസലുണ്ടാവുക. കാരണം കവദ അതിന് പോകുന്നതാണ് ഇൻഖാദ, അതിൻ്റെ മസ്തറാണ് ഇൻഖിവാദ്. അസലങ്ങനെയാണ് ഇൻഖിവാദ് എന്നാണ്. അത് ഇൻഖിയാദായി മാറും. എങ്ങനെ? ഇവിടെ വാവ് വന്നത് എവിടെയാണ്? കസറിൻ്റെയും മസ്തറിൽ സായിദിയായ അലിഫിൻ്റെ ഇടയിൽ വാവ് വന്നു. ഈ വാവിന് എന്തെങ്കിലും മറിക്കണം? യാ ആയിട്ട് മറിക്കണം. അങ്ങനെ അത് ഇൻഖിയാദ് എന്നായി മാറും. ഞാൻ അടുത്ത ചോദ്യം കേട്ടോ. വഅദ യഇദു എന്നുള്ള ഫീൽഡ് അത് ഏത് ബാബിൽപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഇതൊക്കെ നെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വഅദ യഇദു എന്നുള്ളത് ഏത് ബാബിൽപ്പെട്ടാണ്? നസറ യൻസുറു ബാബാണോ? ലറബ യളിരിബു ബാബാണോ? സമിഅ യസ്മഉ ബാബാണോ? ഫതഹ യഫ്തഹു ബാബാണോ? ഓക്കെ, ലറബ യളിരിബു ബാബാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ശരിക്കും വഅദ എന്നതിൽ നിന്ന് ഒരു യഫ്ഇലു യളിരിബു രൂപത്തിലെടുക്കുകയാണെങ്കിൽ ശരിക്ക് യൗഇദു എന്നാണ് വരേണ്ടിയിരുന്നത്. പിന്നെ എങ്ങനെയാണ് അവിടെ വാവ് പോയത്? എങ്ങനെയാണ്? വഅദ യൗഇദു എന്നല്ല പറയേണ്ടിയിരുന്നത്. ലറബ യളിരിബു പോലെ വഅദ യൗഇദു എന്നാണ് പറയേണ്ടിയിരുന്നത്. ആ വാവ് എങ്ങനെയാണ് അവിടെ നിന്ന് പോണത് അറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിന് അസുൽ എന്താണ്? യൗഇദു എന്നാണ് അസുൽ. ഇവിടെ ലമ്മ വഖഅത്തിൽ വാവു ബൈനൽ കസ്റത്തി വ ഹർഫിൽ മുദാറഅത്തി ഹുദിഫത്ത്. ഇവിടെ ഈ യാ എന്നുള്ളത് മുദാറഅത്തിൻ്റെ അക്ഷരമാണ്. മുദാരിയിൽ വരുന്ന ഒരു അക്ഷരമാണ് യാ. ഈ മുദാറഅത്തിൻ്റെ അക്ഷരത്തിൻ്റെയും പിന്നെ കസ്റിൻ്റെയും ഇടയിൽ വാവ് വന്നു കഴിഞ്ഞാൽ ആ വാവിനെ മറിച്ച് വാവിനെ കളയണം എന്നാണ് നിയമം. ലമ്മ വഖഅത്തിൽ വാവു ബൈനൽ കസ്റത്തി വ ഹർഫിൽ മുദാറഅത്തി. കസ്റത്തിൻ്റെയും മുദാറഅത്തിൻ്റെ അക്ഷരത്തിൻ്റെയും ഇടയിൽ വാവ് വന്നാൽ ഹുദിഫത്ത്, ആ വാവിനെ കളയപ്പെടണം എന്നാണ് നിയമം.
അങ്ങനെ കളഞ്ഞാൽ എന്തായി മാറും? യഇദു എന്നായി മാറും. വഅദ യഇദു. അതേപോലെ തന്നെ വേറെ ഉദാഹരണമാണ് വമക്ക യമിഖു. വമക്ക എന്നതിൻ്റെ മുതാരി യൗമിഖു എന്നാണ് അസ്ൽ വരിക. അവിടെ എന്ത് ചെയ്തു? ഈ വാവ് ഇവിടെ വന്നു മുതാറത്തിൻ്റെ അക്ഷരത്തിൻ്റെയും കസ്റത്തിൻ്റെയും ഇടയിൽ വാവ് വന്നതുകൊണ്ട് ആ വാവിനെ കളയും. അങ്ങനെ അത് യമിഖു എന്നായി മാറും. അടുത്ത ചോദ്യം, കലിമത്തു ഇൻഹിയാർ. ഇൻഹിയാർ എന്ന കലിമത്ത് അത് എന്തിൽ നിന്ന് മുസ്തഖായതാണെന്നാണ് ചോദ്യം. ഇൻഹിയാറുൻ എന്ന കലിമത്തു ഇൻഹിയാറുൻ മുസ്തഖത്തും മിൻ ഡാഷ്. ഉത്തരം പറയാം. ഇൻഹിയാർ എന്ന കലിമത്ത് എന്തിൽ നിന്ന് മുസ്തഖായതാണ്? ഓക്കെ, ഹൗറുൻ എന്നതിൽ നിന്ന് പിടിച്ചെടുത്താണ് അല്ലേ. അപ്പോൾ ഹൗറുന്ന് ഇത് ഇൻഫാല വസനാണ്. അപ്പോൾ ഇൻഹവറ എൻഹവിറു ഇൻഹിവാറ് എന്നാണ് ശരിക്കും ഉണ്ടാവേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വാവ് എന്ത് ചെയ്തു? കസറിൻ്റെയും മസ്തറിൽ സായിദിയായ അലിഫിൻ്റെയും ഇടയിൽ വന്നപ്പോൾ ആ വാവിനെ മറിച്ച് ആക്കി. അങ്ങനെയാണത് ഇൻഹിയാറുൻ എന്ന് ആകുന്നത്. ഹൗറുൻ എന്നാണ് അതിന് പിടിച്ചെടുത്താണ് ഇൻഹിയാർ എന്നുള്ളത് കേട്ടോ. അത് ഇൻഫാല വസനാണ്. ഹാറ യഹൂറു ഹൗറൻ എന്നതിൽ നിന്നുള്ള ഒരു ഇൻഫാല വസനാണ്. അപ്പോൾ ഇൻഹാറ എൻഹാറു ഇൻഹിയാർ. അതിൻ്റെ അസല് ഇൻഹിവാർ എന്നാണ് വരിക. നേരത്തെ പറഞ്ഞ നിയമം അനുസരിച്ച് ഈ വാവ് എന്ത് ചെയ്തു? കസറിൻ്റെയും മസ്തറിൽ സായിദിയായ അലിഫിൻ്റെയും ഇടയിൽ വന്നപ്പോൾ വാവിനെ മറിച്ച് ആക്കി. അങ്ങനെയാണ് ഇൻഹിയാറുൻ എന്നായി മാറുക. അടുത്ത ചോദ്യം HSL ചോദിച്ച ചോദ്യമാണ്. ലെൻ തെൻസ അല്ലെങ്കിൽ ലെൻ തെൻസാ അല്ലെങ്കിൽ ലെൻ തെൻസയ ലെൻ തെൻസി വഴതക്ക. നീ ചെയ്ത കരാറ് നീ മറക്കരുത്. ലെൻ തെൻസ നീ മറക്കരുത്, വഴതക്ക നീ ചെയ്ത കരാറ് നീ മറക്കരുത്. അവിടെ എങ്ങനെയാണ് ശരിക്കും വായിക്കേണ്ടത്? കമ്മിലിൽ ഫറാഗ ബി സീഗത്തി സുഹൈഹത്തി ലി ഫീൽ തെൻസ. ഈ തെൻസ എന്ന ഫീലിൻ്റെ ഇവിടെ ലെന്നിൻ്റെ ശേഷം വരേണ്ട സ്വയ്യായ രൂപം ഏതാണ്? അതിൻ്റെ കാരണവും പറയണം. അപ്പോൾ കുൽ സബബഹു. തെൻസയ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇതിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇത് ശരിയായിട്ട് വരാം കേട്ടോ. ലെൻ തെൻസ എന്നാണ്. നസിയ എൻസ എന്നാണ് ഫീല്. നസിയ മറന്നു, അതിൻ്റെ മുതാരി എൻസ എഫ് അലു വസനാണ് എൻസ. അപ്പോൾ അവസാനം അലിഫാണ്. നസിയ എൻസ എന്നതിൻ്റെ അവസാനം അലിഫാണ്. അവസാനം അലിഫാവുമ്പോൾ അതിൽ നസ്ബാണെങ്കിലും റഫ് ആണെങ്കിലും പിന്നെ ഒരു ഇറാബും ലാഹിറാവാത്ത ഒരു അക്ഷരമാണ് അലിഫ്. ഓക്കെ, അപ്പോൾ അലിഫിൽ അവിടെ മുഖദ്ദറായ ഫതഹത്ത് കൊണ്ട് നസ്ബായിട്ടാണ് ഉണ്ടാവുക. ലെൻ തെൻസ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ ഓപ്ഷൻ കേട്ടോ. തെൻസയാന്ന് മൂന്നാമത്തെ ഓപ്ഷൻ ശരിയല്ല. കാരണം യാ അല്ല അവസാനമുള്ളത്. കേട്ടോ. കാരണം നസിയ എൻസ എന്ന് പറയുമ്പോൾ അലിഫാണ്. പിന്നെ അവിടെ അങ്ങനെ അർക്കത്തൊന്നും കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒന്നാമത്തെ ഓപ്ഷന് ശരിയല്ല. ഒന്നാമത്തെ ഓപ്ഷന് അലിഫിനെ കളഞ്ഞിട്ടുള്ളതല്ലേ. കളയലെപ്പോഴാണ്? ജസ്മിൻ്റെ അവസരത്തിലാണ് കളയൽ. ഇവിടെ ലെന്ന് വന്നാൽ നസ്ബ വേണ്ടത്, ജസ്മല്ല. അവിടെ ലെന്നിന് പകരം ലമ്മായിരുന്നെങ്കിൽ അവിടെ ലം തെൻസ എന്നൊക്കെ പറയായിരുന്നു. നീ മറന്നിട്ടില്ല എന്നർത്ഥത്തിൽ. ഇത് പറഞ്ഞ കേട്ടിട്ടില്ല. പിന്നെ അടുത്ത ചോദ്യം, മാ കാന വസത്തുഹു ഹർഫ ഇല്ലത്തിൻ യുസമ്മ ഡാഷ്. വസത്ത് മധ്യത്തിലുള്ള അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്ന ഫീലിന് പറയുന്ന പേര്. മധ്യത്തിലുള്ള അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുന്ന ഫീലിൻ്റെ പേര്. ഓക്കെ, അജ്വഫാണ് അല്ലേ. പിന്നെ അടുത്തത് അൽ ഫീലിൽ മുഅത്തലിൽ ആഖിർ മിമ്മയലി. താഴെ പറയുന്ന ഫീലുകളിൽ നിന്ന് അവസാനത്തെ അക്ഷരം മുഅത്തലിലായ ഫീൽ ഏതാണ്?
ജാ ഖറ ജറ അഖദ. ഓക്കെ, ജറ എന്നുള്ളതാണ്. പിന്നെ കലിമത്തു ഇത്തസല. ഇത്തസല എന്ന കലിമത്തിൻ്റെ അസുൽ എന്താണെന്നാണ് ചോദ്യം. ഇവ്തസല, ഈത്തസല, ഇത്തസല, ഇസ്തസല. ഏതാണ് അസുൽ? ഇത്തസലിൻ്റെ അസുൽ ഓക്കെ ഇവ്തസല എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി. ഇത് ഇഫ്താല വസനാണ്. നമ്മൾ ഇന്നലെ നിയമം പഠിച്ചിരുന്നു. ഇഫ്താല വസനിലെ ഫാഫിൽ വാവായിട്ട് വന്നാൽ, അതുപോലെ യാ സാ ഇങ്ങനെയൊക്കെ ആയി വന്നാൽ അതിൻ്റെ വാവിനൊക്കെ മറിച്ച് എന്ത് ചെയ്യാം? താ ആക്കി മാറ്റാം എന്ന നിയമം പഠിച്ചിരുന്നു. മത്താ കാന ഫാവു ഇഫ്താല വാവൻ ഔ യാ എൻ ഔ സാ എൻ കുലിബത്ത് ഫാഉഹു താ എൻ. ആ വാവിനെ മറിച്ച് താ ആക്കാം. അപ്പോൾ അതനുസരിച്ച് എങ്ങനെ വരിക? ഇത്തസലിൻ്റെത് ഈ ഇവ്തസല എന്ന ശരിക്കും അസിലുണ്ടായിരുന്നത് ഇഫ്തല ബാബിൻ്റെ ഫാഫിൽ വാവായപ്പോൾ ആ വാവിനെ മറിച്ച് താ ആക്കി. അങ്ങനെ അത് ഇത്തസല എന്നായി. വിരിദാൻ ചെയ്തു ഇത്തസല എന്നായി. വാവാകുമ്പോൾ മാത്രമല്ല യാ ആകുമ്പോഴും സാ ആകുമ്പോഴൊക്കെ ഇതേ നിയമം തന്നെയാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. പിന്നെ അടുത്തത് മാഹിയ അൻവാഉൽ അഫ്ആലി സ്വഹീഹ. 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്വഹീഹായ ഫീലുകളുടെ നൗറുകൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ബി ആണ് ശരി അല്ലേ. ഒന്നാമത്തെ ഓപ്ഷനിൽ മിസാൽ വന്നിട്ടുണ്ട്. മിസാൽ ഒന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിട്ട് വരുമ്പോഴാണല്ലോ മിസാൽ എന്ന് പറയാം. അപ്പോൾ അത് സ്വഹീഹല്ല. ഈ മിസാൽ രണ്ടാമത്തേലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തേൽ മിസാൽ അജഫ് വന്നിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല. ഓക്കെ, അത് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. അടുത്ത ചോദ്യം തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. ആയത്താണ് തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. ഈ ലീസ എന്നുള്ള ഫീലിൻ്റെ വസ്ന് ഏതാണെന്നാണ് ചോദ്യം. ഫുഅല, ഫീല, ഫഅലല, ഫിഅലല. ലീസ എന്നതിൻ്റെ അസൽ ഒന്നാമത്തെ അക്ഷരമാണ് ഫുഅല എന്നുള്ളതാണ് ഉത്തരം. ശരിയായിട്ട് വരാം. ഫുഅല എന്നുള്ളതാണ് ശരി. വിശദീകരണം ആവശ്യമുണ്ട്. ലീസ അതിൻ്റെ അസൽ ദുയിസ എന്നാണ്. ഫുഅല വസനിക്ക് ദുയിസ എന്നാണ് അസലുണ്ടാവുക. കുബ്ര പോലെ അക്ബർ അതിൻ്റെ മുഅന്നസാണല്ലോ കുബ്ര. അദ്ന അതിൻ്റെ മുഅന്നസ് ദുന്യ എന്നപോലെ ലാസ യലീസു എന്ന പേരിൽ നിന്നുള്ള ആ ഇസ്മു തഫ്ദീലിൻ്റെ മുഅന്നസാണ് ലുയിസ എന്നുള്ളത്. ലുയിസ. പിന്നെന്താ ഉണ്ടായത്? വക്കുലിബത്ത് ലമ്മത്തു ലാദി കസറത്തൻ ലിതനാസുബിഹ മഅ ഹർഫിൽ യാ. അവിടെ ലാദിൻ്റെ ഈ ലമ്മ എന്ത് ചെയ്തു? മാറ്റി കസറാക്കി. കാരണം തൊട്ട് ശേഷം യാ ആണ്. തൊട്ട് ശേഷം യാ ആകുമ്പോൾ അതിനോട് യോജിച്ച ഹർക്കത്തായിട്ട് ഈ ലമ്മിനെ മാറ്റി കസറത്താക്കി. അങ്ങനെയാണ് ലീസ എന്നാവുന്നത്. ഓക്കെ, ഇനി ജൗഹരി ഇമാം പറയുന്നുണ്ട് ലൈസബിൽ കലാമി ഫിഅല വസനിലുള്ള ഒരു സിഫത്ത് എന്തില്ല? അറബി കലാമിനില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ലീസ എന്നുള്ളത് സിഫത്താണല്ലോ. തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. ഖിസ്മത്തിൻ്റെ സിഫത്താണ് ലീസ. ഇത് അക്രമപരമായിട്ടുള്ള ഒരു വീതം വെപ്പാണ് എന്ന ഒരു സിഫത്താണിത്. സിഫത്ത് ഫിഅല വസനക്ക് ഒരു സിഫത്ത് അറബി കലാമിനില്ല. അപ്പോൾ ഇത് ഫുഅല വസനക്കാണ് ശരിക്കത്. പിന്നെ ലാദിൻ്റെ ലംബ് മാറ്റി ശേഷം യാ ആയതുകൊണ്ട് ലാദിൻ്റെ ലംബ് മാറ്റി കസറാക്കി. അങ്ങനെ ലീസ എന്നാക്കിയതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഫുഅല വസനാണ് ഉത്തരം. ഓക്കെ, അടുത്തത് മിസാലുൻ ലിൽ ഫിഅൽ അജ്വഫ്. അജ്വഫായ ഫീലിൻ്റെ ഉദാഹരണം താഴെ തന്നിട്ടുള്ളതിൽ അജ്വഫിൻ്റെ ഉദാഹരണം. ഓക്കെ, ഖാമ എന്നുള്ളതാണ് അജ്വഫിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത് അല്ലേ. അടുത്ത ചോദ്യം അൽ അഫ്ആലിൽ മുഅത്തല്ലത്തു. മുഅത്തല്ല ഫീലുകൾ പറയാനാണ്. ഒന്ന് ഖാല അജ്വഫാണ്. പിന്നെ വഹിയ എന്നുള്ള ഫീല് വഹിയ.
വഹിയ ഒരു ഫീലാട്ടോ, വഹിയ എന്നുള്ളൊരു ഫീലാണ്. വഹിയ അത് ഏതാണ്? അതുപോലെ തന്നെ തൊവ എന്നുള്ള ഫീൽ ഏതാണ്? യെസ്, നാക്കിസ് അല്ലേ. അപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ലഫീഫ് മഫ്റൂഖ് നാക്കിസ് എന്നുള്ളതാണ് ശരി. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, അയ്യൻ നൗ അൽ ഫീലി ബദ. ബദ എന്ന ഫീല് ഇതിലേതാണ്? മഹമൂസ്, മിസാല്, അജ്വഫ്, നാക്കിസ്. ബദ എന്നുള്ളത് ഏതിലാണ് പെടുന്നത്? ഓക്കെ, മഹമൂസിലാണ് പെടുന്നത് അല്ലേ. ഹംസ ഉള്ളതിനാണ് മഹമൂസ് അറിയാം. ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, അൽ കലിമത്തുൽ മക്തൂബത്തു ഖതഅൻ ഫിൽ ജുംലത്തി. ഈ ജുംലയിൽ തെറ്റായിട്ട് എഴുതിയ ഒരു വാചകം ഏതാണെന്ന്? സഅൽതു സുആലൻ ലിൽ മസ്ഊലി അനിർ റഈസി. സഅൽതു ഞാൻ ചോദിച്ചു, സുആലൻ ഒരു ചോദ്യം, ലിൽ മസ്ഊലി ഉത്തരവാദിത്തപ്പെട്ട ആളോട് ചോദിച്ചു. ആരെക്കുറിച്ച് ചോദിച്ചു? അനിർ റഈസി റഈസിനെ കുറിച്ച്, പ്രസിഡന്റിനെ കുറിച്ച്, തലവനെ കുറിച്ച് ചോദിച്ചു. ഇതിൽ എല്ലായിടത്തും ഹംസ ഉണ്ട് അല്ലേ. പക്ഷെ ഇത് ഹംസ പല രൂപത്തിൽ എഴുതാറുണ്ട്. ഇതിൽ തെറ്റായ രൂപത്തിൽ എഴുതിയത് ഏതാണെന്ന ചോദ്യം. തെറ്റായ അതെ, സഅൽതു എന്നുള്ളടത്ത് സാധാ അലിഫ് ഇട്ടിട്ട് അങ്ങനെയാണ് എഴുതാറ്. ഹംസ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള നിയമം, ഒരുപാട് നിയമങ്ങളുണ്ട് ഹംസ എഴുതുന്നതുമായി ബന്ധപ്പെട്ട്. ഞാൻ ഇവിടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹംസ തുടക്കത്തിൽ വരാണെങ്കിൽ ഈ അലിഫായിട്ട് തന്നെ എഴുതുള്ളൂ കേട്ടോ. ഹംസ തുടക്കത്തിൽ വരാണെങ്കിൽ അത് ഏത് ഹർക്കത്തായാലും ഈ അലിഫുമ്മലേ എഴുതുള്ളൂ. ഉദാഹരണത്തിന് അഹദ, അഹദ എന്ന് പറയുമ്പോൾ ഫത്തഹാണ് ഹർക്കത്തുള്ളത്. ഇബ്നുൻ എന്ന് പറയുമ്പോൾ കെസറാണ്. ഉസ്തുഗ്ഫിറ എന്ന് പറയുമ്പോൾ ലമ്മാണ്. ഇങ്ങനെ ഏത് ഹർക്കത്താണെങ്കിലും ഹംസ തുടക്കത്തിൽ വരുമ്പോൾ അലിഫായിട്ട് തന്നെ എഴുതുള്ളൂ. ആ സമയത്ത് തുടക്കത്തിലല്ലാതെ മധ്യത്തിലൊക്കെ അല്ലെങ്കിൽ മധ്യത്തിലെ അവസാനത്തിലൊക്കെ ഹംസ വരികയാണെങ്കിൽ ഹംസയെ 4 രൂപത്തിൽ എഴുതാൻ പറ്റും. ഈ അലിഫിട്ട് എഴുതാറുണ്ട്, അതുപോലെ വാവ് ഇട്ട് എഴുതാറുണ്ട്, യാ ഇട്ട് എഴുതാറുണ്ട്. അലിഫും വാവും യാവൊന്നും ഇല്ലാതെ നേരെ ആ വരിയുടെ മേലെ ഒരു ചിഹ്നമിട്ടിട്ട് അങ്ങനെ എഴുതാറുണ്ട്. ഇങ്ങനെ 4 രൂപത്തിൽ എഴുതാറുണ്ട്. ആ ഓരോ രൂപത്തിലും എഴുതുന്ന നിയമങ്ങൾ എപ്പോഴൊക്കെയാണ് അലിഫിൻ്റെ രൂപത്തിൽ എഴുതുക? 3 രൂപത്തിലാണ് അലിഫിൻ്റെ രൂപത്തിൽ എഴുതുക. ഒന്നുമില്ലേ, റസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അക്ഷരം ഫത്തഹ് വന്നു, അതിന് ശേഷം സുക്കൂനുള്ള ഹംസ വരുമ്പോൾ അലിഫായിട്ടാണ് എഴുതുക. അതുപോലെ മഫ്തൂഹായ അക്ഷരത്തിന് ശേഷം മഫ്തൂഹായ ഹംസ വരുമ്പോഴും ഫത്തഹ് അലിഫുമ്മലാണ് എഴുതുക. അതുപോലെ സുക്കൂൻ്റെ ശേഷം മഫ്തൂഹായ ഹംസ വരുമ്പോഴും അലിഫിട്ട് എഴുതുക. ഈ 3 സന്ദർഭത്തിലാണ് അലിഫിട്ട് എഴുതാറ്. സഅൽതു പെട്ടതാണ് അല്ലേ. സഅൽതു എന്നുള്ളത് ഫത്തഹിന് ശേഷം ഫത്തഹായ ഹംസാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ അവിടെ അലിഫിട്ടാണ് എഴുതേണ്ടത്. നമ്മുടെ ചോദ്യത്തിൽ എന്തായിരുന്നു, എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? യാ ഇട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി ഹംസ വാവിൻ്റെ രൂപത്തിൽ എഴുതുന്ന രൂപങ്ങൾ നോക്കൂ. ഒരുപാട് രൂപങ്ങളുണ്ട്. വാവായിട്ട് എഴുതുന്ന രൂപങ്ങൾ ഒരുപാട് രൂപങ്ങളുണ്ട്. ഒന്ന് ലു ലു, ആദ്യം ലമ്മ് പിന്നെ സുക്കൂനുള്ള ഹംസ വരുമ്പോൾ വാവായിട്ട് എഴുതാം. അതുപോലെ മുഅല്ലിഫുൻ എന്ന് പറയുമ്പോൾ ലമ്മിൻ്റെ ശേഷം ഫത്തഹുള്ള ഹംസ വരുമ്പോൾ വാവായിട്ട് എഴുതാം. അതിൽപ്പെട്ടാണ് നമ്മളെ സുആലൻ എന്നുള്ള ചോദ്യത്തിൽ വന്ന സുആൽ എന്നുള്ളത് ലമ്മിൻ്റെ ശേഷം ഫത്തഹുള്ള ഹംസാണ്. അപ്പോൾ ഇവിടെ വാവിൻ്റെ രൂപത്തിലാണ് എഴുതാം. പിന്നെ സുക്കൂൻ്റെ ശേഷം ലമ്മുള്ള ഹംസ വരുമ്പോഴും എന്താണ് വാവിൻ്റെ രൂപത്തിലാണ് എഴുതുക. മസ്ഊല് പെട്ടതാണ്. സുക്കൂൻ്റെ ശേഷം ലമ്മുള്ള ഹംസ വരുന്നതാണ്. അതുപോലെ ഉല ഫത്തഹിൻ്റെ ശേഷം ലമ്മുള്ള ഹംസ വരുന്നത്. പിന്നെ സുഉമുൻ ഫത്തഹിൻ്റെ ലമ്മിൻ്റെ ശേഷം ലമ്മുള്ള ഹംസ വരുന്നത്. ഇങ്ങനെ ഈ രൂപങ്ങളിലാണ് വാവിൻ്റെ രൂപത്തിൽ ഹംസ എഴുതുന്നത്. അതുപോലെ യാഇൻ്റെ രൂപത്തിൽ ഹംസ എഴുതുന്ന ഒരുപാട് രൂപങ്ങളുണ്ട്. ഒന്ന് ബിഇർ പോലെ കെസറിൻ്റെ ശേഷം സുക്കൂനുള്ള ഹംസ വരുമ്പോൾ, പിന്നെ മിഈന പോലെ കെസറിൻ്റെ ശേഷം കെസറുള്ള ഹംസ വരുമ്പോൾ, മിഊന പോലെ കെസറിൻ്റെ ശേഷം ലമ്മുള്ള ഹംസ വരുമ്പോൾ, പിന്നെ സുഇല പോലെ ലമ്മിൻ്റെ ശേഷം കെസറുള്ള ഹംസ വരുമ്പോൾ, ലഈല് പോലെ ഫത്തഹിൻ്റെ ശേഷം കെസറുള്ള ഹംസ വരുമ്പോൾ, അഫ്ഇദത്ത് പോലെ സുക്കൂനിൻ്റെ ശേഷം കെസറുള്ള ഹംസ വരുമ്പോൾ, പിന്നെ ബൈഅത്തുൻ പോലെ സുക്കൂനിൻ്റെ ശേഷം ഫത്തഹുള്ള ഹംസ വരുമ്പോൾ, പിന്നെ യൗമ ഇതിൻ ഈ ഇതാന്നുള്ളതുണ്ടല്ലോ, ഇതാന്നുള്ളതിനെ വേറെ ഒന്നിലേക്ക് ഇതാ എന്നതിലേക്ക് മറ്റൊന്നിനെ ഇലാഫത്ത് ചെയ്തുകൊണ്ട് യൗമ ഇതിൻ വഖ്ത ഇതിൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഇദാത്ത ആ ഹംസയും യാഇൻ്റെ രൂപത്തിലാണ് എഴുതുക. ഇങ്ങനെ ഈ രൂപങ്ങളിലൊക്കെയാണ്
യായിൻ്റെ രൂപത്തിൽ ഹംസ എഴുതുന്ന രൂപം. ഇതിലിപ്പോൾ നമുക്ക് വിഷയം റഈസ് എന്നുള്ളിടത്ത് എന്തായിരുന്നു, ഫത്തഹിൻ്റെ ശേഷം കസറുള്ള ഹംസ വരുന്നതാണ് അവിടെ യായിൻ്റെ രൂപത്തിലാണ് എഴുതേണ്ടത്. അതൊക്കെ ചോദ്യത്തിൽ റെഡിയായ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് നേരെ അലിഫോ വാവോ യാവോ ഇല്ലാതെ നേരെ വരിയുടെ മേലെ ഈ ചിഹ്നിട്ടുകൊണ്ട് ഹംസ എഴുതുന്ന രൂപങ്ങളാണ്. അലിഫിൻ്റെ ശേഷം ഫത്തഹുള്ള ഹംസ വരുന്നത്. പിന്നെ ഈ ഹംസൻ്റെ ശേഷം ഒരു മദ്ദക്ഷരം വരുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു, സാക്കിനായ വാവിൻ്റെ ശേഷം മദ്മൂമോ അല്ലെങ്കിൽ മഫ്തൂഹോ ആയ ഹംസ വരുന്നത്. പിന്നെ സാക്കിനായ സ്വയ്യായ അക്ഷരത്തിന് ശേഷം ഒരു ഹംസ വരിക, അതിന് ശേഷം അലിഫ് വരിക, ഈ രൂപത്തിൽ വരുന്നത്. അത് തൻവീൻ്റെ അലിഫാവാം അല്ലെങ്കിൽ തസ്നീൻ്റെ അലിഫാവാം. അതുപോലെ തന്നെ മൗഊദത്ത് പോലെ, അതായത് അവിടെ വാവ് എഴുതി കഴിഞ്ഞാൽ 3 വാവ് അടുത്തടുത്ത് വരും. തസൂന അവിടെ ഹംസ വാവിൻ്റെ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ 3 വാവ് അടുത്തടുത്ത് വരും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലും അവിടെ ഈ സത്തറിൻ്റെ മേലാണ് ഹംസ എഴുതാണ്. ഇങ്ങനെ ഹംസ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ നിയമം തെറ്റിച്ച് തന്നത് അവിടെ സഅൽത്തു എന്നുള്ള മാത്രമാണ് കേട്ടോ. ഇനി അടുത്ത് ഹംസത്തുൽ ഖത്ഇ ഫി ഡാഷ്, ഇതിലേതിലാണ് ഖത്ഈൻ്റെ ഹംസ ഉള്ളത്? ഇയ്യാക ഇഹ്ദിന ഇസ്തിഖ്ദാം അൽഹംദു. ഖത്ഈൻ്റെ ഹംസ, വസ്ലിൻ്റെ ഹംസ എന്നൊക്കെ ഹംസകളുണ്ടല്ലോ. ഓക്കെ, ഇയ്യാക്ക എന്ന അലമീറിലുള്ള ഹംസ ഖത്ഈൻ്റെ ഹംസ ആണ് അല്ലേ. ഇഹ്ദിന എന്നുള്ള അമ്രുഫീലാണ്. അമ്രുഫീലിൻ്റെ തുടക്കത്തിൽ വരുന്ന ഹംസ അത് വസ്ലിൻ്റെ ഹംസ ആണ്. പിന്നെ ഇസ്തിഖ്ദാമ്, ഈ ഇസ്തഖ്ദമ ഇസ്തഖ്ദിമു ഇങ്ങനെയുള്ള സുലാസി മസീദുകൾ, അല്ലെങ്കിൽ അഫ്അല അല്ലാത്ത വേറെ ഏത് മസീദാണെങ്കിലും അതിൽ തുടക്കത്തിൽ വരുന്ന ഹംസ വസ്ലിൻ്റെ ഹംസ ആണ്. പിന്നെ അൽഹംദു അലിഫ്ലാമ്, ഇസ്മിൽ വരുന്ന അലിഫ്ലാമിൽ വരുന്ന ആലിഫ് വസ്ലിൻ്റെ ഹംസ ആണ്. ഇതിലൊക്കെ ഖത്ഈൻ്റെ ഹംസയായിട്ട് വരുന്നത് ഇയ്യാക്ക മാത്രമാണ് അല്ലേ. ഇയ്യാക്ക ഹംസ മാത്രമാണ്. ഓക്കെ, ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടെത്തിയത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടായിരുന്നോ ഇത് ബന്ധപ്പെട്ട്? കുറേ വിശദീകരണം ആവശ്യമുള്ളിടത്ത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. വസ്ലിൻ്റെ ഹംസ ഖത്ഈൻ്റെ ഹംസയെ കുറിച്ചിട്ട് പാടായിട്ട് തന്നെയാണെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ചോദ്യം വന്നിട്ടുള്ളൂ, പിന്നെ ഇങ്ങനെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. മഹ്മൂസിനെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഖത്ഈൻ്റെ ഹംസ വസ്ലിൻ്റെ ഹംസ അല്ലേ. ഇൻഷാ അല്ലാഹ്.